ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. നമ്മൾ സാധാരണ തേങ്ങ വറുത്തരച്ചൊക്കെ ചിക്കൻ കറി തയ്യാറാക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ സവോള വറുത്ത് പൊടിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പെറോട്ടയുടെയും പുലാവിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണിത്. ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഈ എടുത്തിരിക്കുന്നത് 1 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ്. ബാക്കി ഇരിക്കുന്നതൊക്കെ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം ഈ ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 മണിക്കൂർ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ കറി മുഴുവൻ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ കറിയിൽ നമ്മൾ സവോള വറുത്തെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സവോളയാണിത്. 2 മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതാണ് ഇതിൻ്റെ പരുവം. അതായത് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവോള ഫ്രൈ ചെയ്തെടുക്കാറില്ലേ, അതേ പരുവം തന്നെ. കൂടുതലും മൂത്ത് പോകരുത്. മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇത് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു കയ്പ്പ് രുചി വരും. അതുകൊണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ മാത്രമേ ഇത് ഫ്രൈ ആവുള്ളൂ. ഇപ്പോൾ നമ്മുടെ സവോള ആവശ്യത്തിന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ബാക്കിയുള്ള എണ്ണ നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതായിരിക്കണം നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ കളറ്. ഇനി ഇതിൻ്റെ ആ നല്ല ചൂടങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ചൂടോടെ തന്നെ ആയിരിക്കണം ഇത് പൊടിച്ചെടുക്കേണ്ടത്. കാരണം തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല, പകരം അരഞ്ഞായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവിക്ക് ആ കളറും കിട്ടില്ല തണുത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ വലിയ ചൂടങ്ങ് മാറുമ്പം തന്നെ ഇത് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരല്പം പോലും വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ സവോള ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കളറും ഉണ്ട്, എന്നാൽ അരഞ്ഞു പോവുകയും ചെയ്തിട്ടില്ല. ഇതായിരിക്കണം നമ്മൾ സവോള പൊടിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള ആ പരുവം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചു, സവോളയും വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് 2 മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മീഡിയം സ്പൈസി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ആ സവോള ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സവോളയും അതിനൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ഒഴികെയുള്ള പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ തീർത്തും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. തീ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതങ്ങ് പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും. അതുപോലെ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് വേണം പൊടികൾ
ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ സവോളയൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും കുറച്ച് തിക്കാവുന്ന ഗ്രേവിയാണ്. അപ്പം നമ്മുടെ ഗ്രേവിക്ക് എന്തേരം നീട്ടം ആവശ്യമാണോ അതിനേക്കാളും ഒരല്പം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം. അല്പം മാത്രമേ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളം അങ്ങ് ആയിപ്പോകരുത്. ഇനി ഈ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഈ കറിയുടെ ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ല ആവശ്യത്തിന് വെന്ത് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 1/4 മണിക്കൂറും കൂടെ അതങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇരിക്കും തോറും നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. ഇപ്പം ഞാൻ ആ മൂടി വെച്ചിട്ട് ഒരു 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ആ കളറിൻ്റെ വ്യത്യാസം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെയും അത് പൊടിച്ചെടുക്കുന്നതിൻ്റെയും കാര്യം മാത്രമേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കറി വരും. അപ്പോൾ ദാ ഈ അടിപൊളി ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. വീണ്ടും വേറെ റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ.